സമരങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകളാണ്. ഈ തിരുവനന്തപുരത്തും സമരങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാ കളക്ട്രേറ്റുകളിലും മുമ്പിലും എല്ലാവർക്കും സമരത്തിൽ പങ്കെടുക്കുന്നവർ. നമ്മൾ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിനേക്കാൾ ഭീകരമായ മർദ്ദനമേൽക്കേണ്ടി വന്ന നിരവധി സഹപ്രവർത്തകർ ഈ പ്രസ്ഥാനത്തിലുണ്ട്. ജയിലിലടക്കപ്പെട്ടവർ ഇപ്പോഴും അവിടെ 8-9 ആളുകൾ ജയിലിലാണ്. ഒരു കള്ളക്കേസ് എടുത്തിട്ട് അന്ന് മുതൽ ജയിലിലാണ്. ഞാൻ ആ ഇൻസിഡന്റിനെ പറ്റി പറയുന്നത്, അവിടെ ഒരു കമ്മീഷണറുടെ പ്രസംഗം തന്നെ നിങ്ങൾ കേട്ടു. അവിടെ ലാത്തി ചാർജിന്റെ ഒരു ആവശ്യം വന്നിട്ടുണ്ടായില്ല. അവിടെ ലാത്തി ചാർജിന് ഒരു വിസിൽ ഉണ്ടായിട്ടില്ല, അവിടെ ഒരു സൈറൺ ഉണ്ടായിട്ടില്ല, അവിടെ ഒരു വാണിംഗ് ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു നിർദ്ദേശം ഞങ്ങൾ കൊടുത്തിട്ടില്ല. നിങ്ങൾക്കറിയാം, നമ്മളിവിടെ സമരം ചെയ്യുമ്പോൾ എത്രയോ തവണ ടിയർ ഗ്യാസും ഗ്രനേഡൊക്കെ നമ്മുടെ ഇടയിൽ വന്ന് വീഴാറുണ്ട്. അങ്ങനെ വന്ന് വീഴുമ്പോൾ അത് പോലീസും സഹപ്രവർത്തകർക്കും ഇടയിലുള്ള ഗ്യാപ്പിലാണ് പലപ്പോഴും അത് സംഭവിക്കാറ്. പക്ഷെ നേരെ ചെറുപ്പക്കാരുടെ മുഖത്ത്, അവിടെ കൂടിയിരുന്നവരുടെ മുഖത്തേക്ക് അത് എറിഞ്ഞ് മുഖത്ത് നിന്ന് അത് പൊട്ടി. ഞാൻ പറയുന്ന ചെറുപ്പക്കാരുടെ മുഖം നിങ്ങൾ കണ്ടതാണ്. അത്ര ഭീകരമായിട്ട് പോലീസ് അവിടെ ആക്ട് ചെയ്യുമ്പോൾ അവരുടെ റൂറൽ എസ് പി തന്നെ അവിടെ ഒരു ലാത്തി ചാർജിന്റെ നിർദ്ദേശം പോലും കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട വിഷ്വല് നിങ്ങൾ കണ്ടതാണ്. ബോധപൂർവം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ തലയ്ക്കും മുഖത്തും അടിക്കാനും മൂന്നാമതും അടിക്കാൻ ശ്രമിക്കുന്നതിന്റെ വിഷ്വൽ ഉൾപ്പെടെ നമ്മൾ പുറത്തുവിട്ടതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, ഈ ഭരണത്തെ ഇനി കേരളത്തിന്റെ അധികാരത്തിൽ എത്തിക്കാതിരിക്കുക എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിനനുസരിച്ച് പെരുമാറുക എന്നുള്ളത് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും UDF-ന്റെയും ഉത്തരവാദിത്വവുമാണ് എന്നുള്ള കാര്യം